കാള പെറ്റൂന്ന് കേട്ടപ്പോ കയറെടുത്തതാ നമുക്ക് പറ്റിയ തെറ്റ്. വിനാശകാല വിപരീത ബുദ്ധി എന്നും കേട്ടിട്ടില്ലേ? നിങ്ങൾ വെറുതെ പഴഞ്ചൊല്ല് പറഞ്ഞു കളിക്കാതെ. മനുഷ്യൻ ഇവിടെ തീയിൽ ചവിട്ടി നിൽക്കുവാ. അതെ, പഞ്ചരത്നം മുഴുവൻ തീയിൽ ചവിട്ടി തന്നെ നിൽക്കുന്നത്. ആ ശ്യാമളയുടെ വാക്കും കേട്ട് നിങ്ങൾ എടുത്തു ചാടാൻ പാടില്ലായിരുന്നു. പറഞ്ഞു വരുമ്പോ എല്ലാ കുറ്റങ്ങളും ഇനി നമ്മുടെ തലയിൽ തന്നെ ആവും. ആകാശേട്ടൻ എന്ന ക്ഷേത്രത്തിൽ വെച്ച് ഇതിന്റെ പേരിൽ എന്നോട് വളരെ മോശമായി സംസാരിച്ചു. ഇന്ന് വരെ വാക്കുണ്ടോ നോക്കുണ്ടോ നമ്മൾ പഞ്ചരത്നങ്ങളോട് മുഖം മുഷിഞ്ഞ് സംസാരിക്കാത്ത സഹദേവമാമൻ പോലും എന്നെ കുറ്റപ്പെടുത്തി. സത്യത്തിൽ എന്താ നടന്നതെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും ആർക്കും പരാതിയില്ലാത്ത സ്ഥിതിക്ക് പോലീസ് ഈ കേസിന്റെ പുറകെ പോവില്ല. നമ്മളായിട്ടൊരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തണം. ഓ, ഇനി അതിന്റെ ഒന്നും പിറകെ പോയി പുലിവാല് പിടിക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. ഇവിടുത്തെ സ്വർണം ഒരു തരി പോലും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. അല്ല, ഇനി ഭാവിയിൽ അത് നഷ്ടപ്പെട്ട പോരെ കേസും വഴക്കൊക്കെ. ഇപ്പൊ മിണ്ടാതിരിക്കുന്നതാ ബുദ്ധി. സിസ്ലി ചേട്ടത്തി പറഞ്ഞത് തന്നെ അതിന്റെ ശരി. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണം ഭാവിയിലും നഷ്ടപ്പെടാതെ നോക്കണം. അതുമാത്രമേ നമുക്കിനി ചെയ്യാനുള്ളൂ. എന്റെ കർത്താവേ, രക്ഷിക്കണേ. ഇത് വെറും സ്വർണത്തിന്റെ മാത്രം പ്രശ്നമല്ല. നമ്മൾ എടുത്തു ചാടി പരാതി കൊടുത്തതിന്റെ പേരിൽ മുറിയാൻ പോകുന്നത് ഒരുപാട് ബന്ധങ്ങളാ. ആ മുറിവുണക്കാൻ ഇനി നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതാ ഇനി നമ്മൾ ആലോചിക്കേണ്ടത്. മാമൻ, മാമനിരിക്കെ. ഇരിക്കാനും സൽക്കാരം സ്വീകരിക്കാനും വന്നതല്ല ഞങ്ങള്. സ്വർണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് ആദ്യം പറയണം എന്നോടായിരുന്നു. എന്തിനും ഏതിനും നിങ്ങൾ പഞ്ചരത്നങ്ങൾ എന്നോടും ആകാശനോട് അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. ഇത് മാത്രം എന്തേ നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാൻ തോന്നിയില്ല? നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ രഹസ്യമായിട്ടെങ്കിലും എന്നെ ഇവനെ അറിയിക്കാമായിരുന്നല്ലോ. ഞാനതിന് പരിഹാരം കാണുമായിരുന്നല്ലോ. ഇതിപ്പോ അംബിക നാട്ടുകാരുടെ വീട്ടുകാരുടെ മുമ്പിൽ കള്ളിയായി. കരഞ്ഞ് കാല് പിടിച്ചിട്ടാ ദിവ്യപ്രഭയുടെ അമ്മ യാമിനി കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അവര് വാശി പിടിച്ച് കേസ് കൊടുത്തിരുന്നെങ്കിലേ അംബിക എന്ന് വഞ്ചനാക്കുറ്റത്തിന് അകത്തായനെ. ആഹാ, അംബിക കള്ളത്തരം കാണിച്ചിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്നെ പോലെ ഡീസന്റായ എത്ര പേര് ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. ചേട്ടത്തി, ഇത് ഞങ്ങളുടെ കുടുംബകാര്യാ. ഇതിൽ കയറി അഭിപ്രായം പറയണ്ട. എത്ര ചീത്തയാണെന്ന് പറഞ്ഞാലും അവരെന്റെ അമ്മയാണ്. എന്റെ അമ്മയെ ഒരു പൊതുസ്ഥലത്ത് വെച്ച് പരസ്യ വിചാരണ ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.